മാനവ മൈത്രി സംഗമം നടത്തി ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ഇടവക ദേവാലയത്തിലെ കൈകെട്ടിയ ഈശോയുടെ കുരിശടി തിരുനാളിന്റെ ഭാഗമായാണ് മാനവ മൈത്രി സംഗമം നടത്തിയത്. ഇതിന്റെ ഭാഗമായി മാനവ മൈത്രി ദീപം തെളിച്ചു. ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ഇടവക ദേവാലയത്തിലെ കൈകെട്ടിയ ഈശോയുടെ കുരിശടി തിരുനാളിന്റെ ഭാഗമായാണ് മാനവ മൈത്രി സംഗമം നടത്തിയത്. വിവിധ മത ആധ്യാത്മിക നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് മാനവ മൈത്രി ദീപവും തെളിച്ചു. സമഗ്ര വിമോചനത്തിനായി സാർവത്രിക സാഹോദര്യം എന്നതായിരുന്നു ഈ വർഷത്തെ സംഗമത്തിന്റെ ആത്മീയ ദർശനം. ഇടവക വികാരി ഫാദർ ജോസഫ് ഡാനിയൽ മതസൗഹാർദ്ദ സന്ദേശം നൽകി. സാമൂഹികമായ വിഭാഗീയതയുടെ അപകടകാലത്ത് ആരാധനാലയങ്ങൾ സാഹോദര്യത്തിന്റെ പൊതു ഇടങ്ങളായി മാറേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജാതിമത രാഷ്ട്രീയങ്ങളുടെ വേർതിരിവുകൾക്കെതിരെ മതനിരപേക്ഷമായ ആത്മീയ ഐക്യപ്പെടലാണ് രാജ്യത്തിന് ആവശ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മതസ്ഥരുള്ളതായ സഹോദരങ്ങളും ഈ തിരുനാൾ ദിവസങ്ങളിലൂടെ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഇന്ന് നടന്നതായ ആ ഒരു തിരികത്തിക്കൽ ചടങ്ങിലും മതമൈത്രി സംഗമത്തിൽ പങ്കെടുക്കുകയും മനുഷ്യരെല്ലാവരും ഒന്നാണെന്നും ദൈവത്തെ മക്കളാണെന്നും സഹോദര സ്നേഹത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നവരാണെന്ന് പ്രഖ്യാപിക്കുന്നതായ ഒരു ദിവസം. ജാതിയും മതവും ഒന്നുമില്ലാതെ തന്നെ പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരം നന്മ ചെയ്യുവാനുമായിട്ട് ക്രിസ്തുനാഥൻ പഠിപ്പിച്ച വലിയ മാതൃക ഈ ദേശത്തെ എല്ലാ മക്കളും അത് അവരുടെ ജീവിതത്തിലൂടെ അനുവർത്തിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ സഹോദരങ്ങളും ക്രൈസ്തവരും അക്രൈസ്തവരുമായ എല്ലാ സഹോദരങ്ങളും അത് ദൈവസ്നേഹത്തെ പ്രതി ഏറ്റെടുത്തുകൊണ്ട് എപ്പോഴും ജീവിത മാതൃകയിലൂടെ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മേക്കാട് വേലിയിൽ ദുർഗാദേവി ക്ഷേത്രം പ്രസിഡന്റ് തമ്പി ചാത്തനാടി, കുന്നുകൂട്ടിൽ ദേവീക്ഷേത്ര ഭരണസമിതി പ്രതിനിധി പ്രസന്നകുമാർ, കൈപ്പള്ളിക്കാവ് ക്ഷേത്ര സമിതി സെക്രട്ടറി അജ്ജി, ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് ജോസഫ്, പ്രസിഡന്റുമാരായ വിജി മേരി, വർഗീസ് ജോസഫ്, A1 ഗ്രന്ഥശാല പ്രതിനിധികളായ VM ജോയി, യോഹന്നാൻ ആന്റണി, അജപാലന സമിതി ഭാരവാഹികളായ വിൻസെന്റ് ജി, അജികുമാർ, ഫ്രാൻസിസ് ഫെർണാണ്ടസ്, ഷീജ അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. ആഘോഷമായ തിരുനാൾ സമാപന സമൂഹ ബലിക്ക് ഫാദർ ഫെലിക്സ് മൂപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബേസിൽ കപ്പൂച്ചൻ വചനപ്രഘോഷണം നടത്തി. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.